വേദങ്ങളാണ്. ടൈമായി കൂടെ ഈ മഹാന്മാരെ അനുസ്മരിക്കുകയും വേണോ, എല്ലാം വേണോ. ബർമ്പത്തുകയെ ചൊന്നൊരാറ് ഉസ്താദ് നിങ്ങൾ ആ വിഷയം ചൊല്ലണോ, നിങ്ങൾ ഈ വിഷയം ചൊല്ലണോ, നിങ്ങൾ അത് ചൊല്ലണോ. ഇവിടെ സ്റ്റേജിൽ ജയിച്ചപ്പോൾ ചൊന്നാറ് വേറെ 12 വിഷയ, ടോട്ടൽ 21 വിഷയമായി. ഈ 2 കൺട്രോൾ കാണോ. ഇവിടെ ഒരു വിഷയമേ പൂർത്തിയായിട്ടില്ല. പിന്നെ ഒരു ഭാഗ്യന്തരം എന്തുണ്ടാ, നിങ്ങളെ വിഷയമല്ല പിന്നൊരു വിഷയം എന്തരം എന്തുണ്ടാ. ഇവിടെ എല്ലാം ഞാൻ വന്നപ്പോമേ ചൊല്ല തുടങ്ങിയ എന്തരം എന്തുണ്ട്, ഉസ്താദ് ആ വിഷയം ചൊല്ലണോ, ഈ വിഷയം ചൊല്ലണോ, ജനങ്ങൾക്ക് അതൊന്ന് മണവരിക്കാക്കിയിട്ട് കൊടുക്കണോ, ആ വിഷയത്തിൽ നല്ലൊരു ഇൽമു ചൊന്നു കൊടുക്കണോ, നല്ലൊരു ഉപദേശം ചൊന്നു കൊടുക്കണോ. ഈ റായത്തങ്ങ എല്ലാവരും നല്ലോട്ട് ചൊന്നത്. ചില റായത്തേക്ക് പോയെങ്കിൽ എന്തരം എന്തുണ്ട്, നേരെ ഉൾട്ട നണ്ടോട്ട് ചൊല്ലുന്നത്. ഉസ്താദ് റാത്തല്ലേ, എങ്ങനെ വന്നതല്ല അൽഹംദുലില്ലാ. പിന്നെ ഉസ്താദ് നിങ്ങൾ വാല്യൂ ഓർമ്മത്ത് കൊണ്ടല്ലേ നോട്ടീസെല്ലാം കണ്ടിറല്ലേ, കണ്ടു നിങ്ങൾ എന്ത് ചൊന്നും കള്ളു കുടിക്കുന്ന വിഷയം ചൊല്ലണ്ട. ഞങ്ങളെ മെമ്പർ ഉറത്തുകാ പണിയെ ഞങ്ങളുടെ ചൊല്ലുപാട്ടി എന്നാവും അത് ഉണ്ടണ്ട. ഇവിടെ അങ്ങനത്തെ വിഷയം ഇവിടെ എല്ലാം ചൊല്ലണമെന്ന് കള്ളു കുടിക്കുന്ന വിഷയം ചൊല്ലണം ചൊന്നിട്ടില്ലെങ്കിൽ എന്നെങ്കിലും എല്ലാ വിഷയവും ഉൾപ്പെടുത്തിയിട്ട് അൽഹംദുലില്ലാ റായത്തങ്ങ് ഞങ്ങൾക്ക് നല്ലൊരു വാല്യൂ പോകണമെന്ന് ചൊന്നറാറ്. മാഷാ അല്ലാഹ് വേറെ റായത്തങ്ങൾക്ക് ഇല്ലാത്തൊരു ചിന്ത. ചില റായത്ത് അങ്ങനെ ഉസ്താദ് കള്ളുകുടിൻ്റെ വിഷയം ചൊല്ലണ്ട. ഒരിടത്തേക്ക് ഞാൻ വാല്യൂ പോയിട്ട് എത്തിയപാട് ഒരാൾ വന്നിട്ട് ഉസ്താദ് കള്ളു കുടിക്കുന്ന വിഷയം ചൊല്ലണ്ട ആയും ചെന്നതാണ്. ആയി പാടാ അവിടെ പൗത്തുക്ക് പോയിട്ട് ചോറയ്ക്കോ കൈയാൾക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്ന് ചോദിച്ചു ഉസ്താദ് ഈ ബഡ്ഡി കൊടുക്കുന്ന വിഷയം ചൊല്ലണ്ടാവല്ലേ വേറെ എല്ലാം ചൊല്ലോറോന്ന്. എന്തേ അവൻ സെക്രട്ടറി എന്തോ ആക്കിറ കേട്ടോ എന്തോട്ടെ ആയും ചെന്ന് ആയി അങ്ങനെ ചോറെല്ലാം ബേച്ചിട്ട് പാടെ കൈയാൾക്കുമ്പോഴത്തേക്ക് പോകണ്ടിരിക്കുക. ബേച്ചിട്ട് ആ പിന്നെ ഒരു കൈയാൾക്കണ്ടേ. അപ്പോൾ പോകുമ്പോഴത്തേക്ക് ഓർത്ത് വേണ്ടി വന്ന ഉസ്താദ് നിങ്ങൾ ഈ പെണ്ണ് പിടിക്കുന്ന വിഷയം എന്ത് ചൊല്ലണ്ട. എൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റിക്ക് പോകുമ്പോൾ ഇതേ പണിയും ഇതെല്ലാം ഇത്രയെല്ലാം വിഷയം ചൊല്ലുമ്പോഴത്തേക്ക് നാ ലാസ്റ്റ് കോനോട്ടമേ കേട്ടെ അതും ചൊല്ലണ്ട ഇതും ചൊല്ലണ്ട എന്തും ചൊല്ലണ്ട. പിന്നെ ഞാൻ കൊപ്പറിൻ്റെ വില ചൊല്ലുന്ന ഓട് വന്നവാ കൊപ്പറിൻ്റെ മാർക്കറ്റ് റേറ്റ് എത്ര ചൊല്ല വേണമായിട്ട് വന്നവാ നൻ്റെ വിഷയം അതാ. ദീനിൽ അങ്ങനെ ഉണ്ട് അത് ചൊല്ലണ്ട ഇത് ചൊല്ലണ്ട ചൊന്നിട്ടു. എൻ്റെ ആൾമാർക്ക് സുഖമാണ്, ആൾമാർക്ക് നിന്റെ പ്രസംഗം കേട്ടിട്ട് കൊസിയാവണം. അത് വേണ്ട. നാളിൽ നിന്നങ്ങ് മയ്യാവൂ ഒരു ഉറുപ്പ തരാണ്ട് നിങ്ങൾ വിട്ടങ്ങ് പോവൂ. അള്ളാന്റെ ഇൽമ് അത് ഹക്ക് പോലെ ചൊല്ലണോ. ഒന്നോ രണ്ടാമത് ചൊല്ലുമ്പോ ഒരു നീയത്ത് വേണോ, ഇത് ചൊല്ലിട്ട് നക്കുപകാരപ്പെടണോ. പിന്നെ വേറെക്ക് അള്ളാഹു താല നിലക്കാക്കി തരട്ടെ. ആരും സുഖിപ്പിക്ക വേണമായിട്ട് ചൊല്ലണ്ട. ഉള്ളത് ഉള്ള പോലെ ചൊല്ലുമ്പോഴത്തേക്ക് 4 ആൾ കല്ലെറി ഏറെക്കുവാറ് അത് സാറല്ല വിടോ. ഉള്ളത് ചൊന്നും ഉമ്മക്ക് പിടിക്കില്ലേ പിന്നെ അല്ലേ റായത്തങ്ക് അത് നോക്കണ്ട. ഹക്ക് വാടിയും ചൊല്ല, 6 മുഖം നോക്കിയിട്ട് ചൊല്ല. ആ ചൊല്ലുമ്പോൾ അർസ വരണ്ട നല്ല റാഹത്തിൽ ചെമ്പാപ്പ് പോലെ സമാധാനത്തിൽ ചൊല്ലണേ. അത് അവിടെ അയാൾക്ക് ബേജാറാവും, എളാബക്ക് ബേജാറാവും, അമ്മായിക്ക് ബേജാറാവും, പെഞ്ഞായി പെണങ്ങും ആള്. ആടെ അല്ല വേണമെങ്കില നാളെ അല്ല വേണമെങ്കില അള്ളാഹ്ക്കെതിരായിട്ട് ഒരു അനുസരണയില്ല. കമ്മിറ്റി നമുക്ക് ബേജാറാവും തീരാ. ഓ അതെന്ത് കമ്മിറ്റി അങ്ങനത്തെ കമ്മിറ്റി എന്തായി കമ്മിറ്റി വന്നാ കമ്മിറ്റി ഞങ്ങൾക്ക് ಬೇಜಾರಾವು ತೀರೋವಳ, പ്രസിഡന്റിಗೆ ಬೇಜಾರಾವು ತೀರೋವಳ, യുവക്ക മണ്ഡല യുവത്തി മണ്ഡല അങ്ക് ಬೇಜಾರಾವು ತೀರೋವಳ. അങ്ങനെ ഉണ്ടിരിക്കുക. അത് ബേജാറ് സന്തോഷത്തെ വിഷയമല്ല, ഇത് അള്ളാന്റെ ദീന്. അവിടെ പിന്നെ അത് ഇതെന്നില്ല. മഹാനായ കണ്ണിയത്തോർ സുബ്ഹാനല്ലാഹ് പണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷം മുന്നുള്ള രൂപീകരിക്കുമ്പോ 100 വർഷത്തോളായില്ലേ ആയില്ലേ. അങ്ങനത്തെ ഒരു സംഘടന നിങ്ങൾക്ക് വേറെ കാട്ടോ ലോകത്തില്ല. 100 വർഷമായിട്ട് പൂർത്തിയായിട്ട് ചന്തത്തിൽ ലോകത്ത് കാര്യപ്രാപ്തിനെ പ്രവർത്തിച്ചിട്ടുള്ള നല്ല നിലക്ക് ദീനിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടുള്ള പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നല്ല നിലക്ക് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു സംഘടന, 100 വർഷം തികച്ച ഒരു സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ലാതെ ലോകത്ത് വേറെയില്ല. ജമാഅത്തെ ഇസ്ലാമി അത് പൊട്ടിയിട്ട് നാറിയിട്ട് പോയി. അതൊരു പുത്തൻവാദ പ്രസ്ഥാനമാണ്. അതൊരു പിന്നെ ബിദ്അത്ത് പ്രസ്ഥാനമാണ്. വഹാബികള് സൽപ്പിങ്ങ മുക്കാ ഗണ്ടറങ്ങ അങ്ങ് മുക്കാ ഗണ്ടറങ്ങ 8.8 പാർട്ടിയായിട്ട് പൊട്ടിയാറ് അല്ലേ. അങ്ങനെ കോല കണ്ടെങ്കിൽ അല്ല ഇത്രനാ കാലം ഞങ്ങളുടെ ചൊന്നന്തര കൊണ്ടുണ്ടങ്ങ നിങ്ങൾ ബലി അങ്ങ് നണ്ട നോക്കിക്കൊണ്ടുള്ളാറല്ലേ. അങ്ങ് ഇത്രനാക്കാലം ഞങ്ങളുടെ ചൊന്നന്തര കൊണ്ടുണ്ട്. ഈ സൽപ്പിറങ്ങ വഹാബിറങ്ങ ഇവിടെ ഇല്ല. അല്ല കാക്കട്ട്. ನಾನು ಪಾರ್ಟಿ ಚೊಲ್ಟಲ್ಲ, ನಾನು ಪಾರ್ಟಿಯ ಆರು ಅಲ್ಲ, ನಾನು ಪಾರ್ಟಿಯ ಆಳು ಅಲ್ಲ, ಪಾರ್ಟಿ ಆಗಿರೋ ವಿಷಯ ನನಗೆ ಇಷ್ಟವೂ ಇಲ್ಲ. ಮಾತ್ರ ಇದು ಪಾರ್ಟಿ ಅಲ್ಲ, ಇದ್ದೀನು ಇದು ಚೊಲ್ಲಣೆ. ಇದು ಚೊನ್ನಲ್ಲ ನಾಳೆ ನಿಂಕ ಅಪರಪರಾವು, ನಿങ്ങളെ ഈമാന അപരപ്പറാവൂ.
അവനക്കും കൺഫ്യൂഷൻ ആവും. അപ്പം അതിൻ്റെ ശരി ചൊല്ലണേ, അത് പാർട്ടിയല്ല. അങ്ങ് ചൊന്നാറ് ഞങ്ങളൊട്ട നിങ്ങൾ വെള്ളിയാസത്തെ ഹുത്തുബ അത് നിങ്ങൾ മലയാളത്തിലാക്കണോ, അത് തിരിയുടെ ഭാഷയിലാക്കണോ, അത് ആൾമാർക്ക് തിരിയണോ, കേക്കറങ്ങ് തിരിയണോ, അവിടെ കേക്കറങ്ങ ഏത് ഭാഷയിൽ ദയിച്ചങ്ങ അങ്ങ് ആ ഭാഷയിലേ ഖത്തീബ് പ്രസംഗിക്കണോ? അപ്പം ഞങ്ങൾ കേട്ടങ്ങളൊട്ട അങ്ങനത്തെ പ്രസംഗം അല്ലല്ലേ അത്, അതൊരു ലോക്കൽ പ്രസംഗം അല്ലല്ലേ, അതൊരു ഹുത്തുബ അല്ലേ. ഹുത്തുബ ചെന്നെങ്കിൽ 2 റക്അത്ത് നിസ്കാരത്തിൻ്റെ സ്ഥാനത്തുള്ളത്. തക്കൂമു മക്കാമ റക്അത്തൈൻ, അത് 2 റക്അത്തിന്റെ സ്ഥാനത്തുള്ള ദിക്റാണത്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അത് 2 റക്അത്തിന്റെ പരിശുദ്ധമായ നിസ്കാരത്തിന്റെ 2 റക്അത്തിന്റെ സ്ഥാനത്തുള്ള പരിപോവനമായ ദിക്റാണത്. അത് കേവലം ഒരു പ്രസംഗ സ്പീച്ച് അല്ല, അത് തിരിയാണ്ടിക്കട്ട് അത് അറബിയിലേ ആവണോ. വയുഷ്തറുതു കൗനുഹാ ബിൽ അറബിയ്യ. എല്ലാ കിതാബിലും ഉണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഓതിയത് അങ്ങനെമേയല്ലേ. അപ്പൊ ഈ ചങ്ങായി ആറ് നബി തങ്ങൾ ഓതിയത് അറബിയിലല്ലേ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഈ ചങ്ങായി അത് നബി തങ്ങളെ ഭാഷ അല്ലേ, അത് സഹാബികളെ ഭാഷ അല്ലേ, അപ്പൊ അത് തിരിഞ്ഞ ഭാഷമേയല്ലേ, അപ്പൊ ആ ഭാഷമേ പ്രസംഗിച്ചിറോ ഒക്കെ. അപ്പൊ നബി തങ്ങൾ നിസ്കരിച്ചതോ അറബിയിലേ അല്ലേ, പിന്നെ എന്താക്കണം നിസ്കാര? നബി തങ്ങൾ നിസ്കരിച്ചത് അറബിയിൽ, സഹാബികൾ നിസ്കരിച്ചത് അറബിയിൽ. അപ്പൊ നീ എന്ത് ചൊല്ലൂ? അത് ഞങ്ങളെ ഭാഷ അല്ലേ, അപ്പൊ നീ എന്താക്കണോ ഇവിടെ നിസ്കാര നിക്കളാക്കണോ? അങ്ങളെ ഭാഷ ഇങ്ങളെ ഭാഷ, തിരിയുന്ന ഭാഷ തിരിയാത്ത ഭാഷ നിന്നു ഹുത്തുബാക്കില്ല. അത് ഹുത്തുബ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലൂ ഖാല റസൂലുള്ളാഹ്. ഞാനങ്ങനെ നിസ്കരിച്ച ഞാനങ്ങനെ ഹുത്തുബ ഓതിയ ഞാനങ്ങനെ ഇബാദത്തെടുത്ത അതുപോലെ നിങ്ങൾ ചെയ്യണോ. അവിടെ അറബി മലയാള തിരിയണോ, തിരിയണ്ടേ, ഇങ്ങനത്തെ വിഷയം എന്ത് ഇബാദത്തിലില്ല. അപ്പൊ ഹുത്തുബ അറബിയിലേ ആവണോ? ഞങ്ങൾ ചൊല്ലുമ്പോൾ കൊഞ്ചൊന്നേ അത് മലയാളത്തിലാണോ? അപ്പൊ ഞങ്ങൾ കേട്ടാ മലയാളത്തിൽ പ്രസംഗിക്കുന്നവരുടെ ഒലു പോകണമെന്ന് ഷർത്തുണ്ടാ? ഒലു ഇല്ലെങ്കിലും പ്രസംഗിക്കല്ലേ അല്ലേ? നിങ്ങൾക്ക് തിരിയില്ലേന്ന് പ്രസംഗിക്ക് സ്പീച്ച് ആക്കണോണെങ്കിൽ നാണിപ്പോൾ സ്പീച്ച് ആക്കിയോണ്ടുള്ള സ്വാഗതം ചൊന്ന നിങ്ങൾ സ്പീച്ച് ആക്കിയിടാറുന്നു. പാട്ട് ഉദ്ഘാടനാക്കിയ തങ്ങ സ്പീച്ച് ആക്കിയിട്. വയ്യ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വന്നിട്ടൂടെ നന്ദി സ്പീച്ച് ആക്കൂ, ധന്യവാദ. അയാൾക്ക് ഉലു വേണമെന്ന് നിർബന്ധമുണ്ടാ? ഇല്ല. ജുമാക്ക് ഹുത്തുബാക്ക് ഉലു വേണ്ടേ? അപ്പം അത് ലോക്കൽ സ്പീച്ച് അല്ല. സ്പീച്ച് വെള്ളിയാസ ഇപ്പോ ആവൂ, ഈ ജാവു ആവൂ, അസർക്ക് 4 ഗಂಟೆಗೂ ആവൂ, സുബൈക്ക് 10 ಗಂಟೆಗೂ ആവൂ. വെള്ളിയാസന്റെ അന്നത്തെ ഹുത്തുബ ജാവാവാ അസർഗാവാ. അപ്പൊ അത് ലോക്കൽ സ്പീച്ച് അല്ല. ഈ സ്പീച്ചറോ ആണെന്നാണോന്നില്ല, പെണ്ണുക്കും ആവാ. എത്ര പെണ്ണുങ്ങൾ പ്രസംഗിച്ചോണ്ടുള്ളാറ്? അതാ പ്രിയങ്ക ഗാന്ധി ഞങ്ങളുടെ രാജ്യത്തിൽ അവിടെ കേരളത്തിൽ വയനാട്ടിൽ പ്രസംഗിച്ചോണ്ടുണ്ട്. ഇപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കരുത്. സ്പീച്ച് അങ്ങ് ആണാണോ പെണ്ണാണോന്നില്ല. വെള്ളിയാസനത്തെ ഹുത്തുബ ആണെന്നാണോ അണ്ടേ? അത് വെള്ളിയാസമേ ആണോ? ഈ സ്പീച്ച് വെള്ളിയാസനാണെന്നുണ്ട്. നാരസംഗ നല്ലല്ലേ, 4 ആൾ കിട്ടും വെള്ളിയാസ. അത് അപ്പം അത് സാധാരണ ഹുത്തുബ അല്ല. ഇത്ര ചൊന്നിട്ട് ഓൻ കേട്ടില്ല. ആറ് കേട്ടില്ല? നിങ്ങൾക്ക് തിരിഞ്ഞിട്ടേ ഇല്ലേന്ന് സാൽപ്പി വഹാബി കേട്ടില്ല. ഓൻ പിന്നെയും ചൊന്ന അത് ഖത്തീബ് ചതിக்கிறോ, അത് ഖത്തീബ് വഞ്ചിக்கிறോ, ആൾമാരെ വഞ്ചിக்கிறോ. ആൾമാരെല്ലാം മലയാളിങ്ങ, ആൾമാരെല്ലാം ബ്യാരിങ്ങ, ആൾമാരെല്ലാം നക്ക് നിൽക്കറങ്ങ. ഖത്തീബ് നല്ല നീട്ടിയിട്ട് അറബിൽ ഓതിയിട്ട് അവിടെ കൂടി ഞങ്ങളെ ചതിக்கிறോ, വഞ്ചിக்கிறോ. പ്രസംഗം കേട്ടിട്ടില്ല നിങ്ങൾ? അവൻ്റെ ആ വലിയ താടി വെച്ചോണ്ടേ അങ്ങനെ ചൊന്നോ. ഇന്നാലെന്തൊക്കെ വന്നിട്ടുണ്ടാ? ഇന്നാലെന്താ സലേ നിങ്ങൾ എന്തില്ല ഇങ്ങനെ ബാടിയ പോലെ സൽപ്പരി ചൊന്നിക്ക് ബേജാറോടാ? ഞങ്ങൾ പറയിടല്ലേ അങ്ങ് ഞങ്ങളെ കാഫിറാക്കുമ്പോ, മുശ്രിക്കാക്കുമ്പോ, ശംസുൽ ഉലമ തങ്ങളെ കാഫിറാക്കുമ്പോ മഹാനായ സയ്യിദുൽ ഉലമാ ഈ കാലം കണ്ട ഏറ്റവും വലിയ പണ്ഡിതരാണ്, ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഫഖീഹാണ്, ഈ കാലം കണ്ട ഏറ്റവും വലിയ സയ്യിദാണ്, ഹബീബായ നബി തങ്ങളെ പേരക്കുട്ടിയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അല്ല ചെയ്ത വലിയ നേതൃത്വമാണ്. ശംസുൽ ഉലമ തർബിയത്ത് ചെയ്തു കൊണ്ടുവന്ന പൊന്നാര മോനാണ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്തന്റെ പ്രസിഡന്റ്. ആ
പ്രസിഡന്റായ സയ്യിദ് ജിഫ്രി തങ്ങളെ വെച്ചിട്ട് മുജാഹിദ് ബാലുശ്ശേരിയും ചൊല്ലെ ഒരു വഹാബി പ്രസംഗിച്ചെന്ത്ര കൊന്തുണ്ട ഈ മുഹമ്മദ് ജിഫ്രി സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ കാട്ടി ഏറെ നല്ലോണായിട്ടിക്കേട് ഈമാൻ ഇന്നും ആയിട്ടിക്കേട് അബൂജഹല് ജിഫ്രി തങ്ങളെ കാട്ടി നല്ലോണുള്ള അബൂജഹല് ജിഫ്രി തങ്ങൻ്റെ ബെടക്കായോ അബൂജഹലിനെ കാട്ടിയ ബെടക്കായ എന്ത് കൊണ്ടുണ്ട അയാൾ ഹദ്ദാദ് എടുക്കറ് അയാൾ മന്ത്രിച്ചിട്ട് ഊതുറു അയാൾ തറാവി 20 നിസ്കരിച്ചറ് അയാൾ നല്ല ചന്തത്തെ തലയിൽ കെട്ടിറ് അയാൾ നല്ല പോലെ നിസ്കരിച്ച് പിന്നെ ദുവാരക്കിട് അയാൾ ഉറൂസുക്ക് പോയിട്ട് സിയാറത്താക്കിട് അത് ശിർക്ക് അയാൾ അബൂജഹലിനെ കാട്ടിയ തത് അയാളെ കാട്ടിയ നല്ല അബൂജഹല് എന്നീ ചങ്ങായി പകളുമ്പോ അതിനെ ഉത്തര ചൊല്ലണ്ടേ അവൻ്റെ ആ തെറ്റിദ്ധാരണ തപ്പുധാരണ അവൻ്റെ ആ ബെടക്ക പറച്ചല് അത് ഈ സമാജത്തിന് മണവരിക്കയാക്കി കൊടുക്കണ്ടേ അവ ചെന്നത് സമല്ല അത് ശരിയല്ല എന്ന് പറയല് തെറ്റാണോ ആണോ അത് പറയല് പാർട്ടി പറയലാണോ അല്ല അപ്പൊ ചില ആൾമാർ ചില കമ്മിറ്റി രംഗങ്ങൾ വന്നിട്ട് ചൊല്ലും ഞങ്ങളുടെ ഉസ്താദ് കൂടെ അതൊന്നും ചൊല്ലണ്ട ഇപ്പം എല്ലാം ഭയങ്കര ബേജാറിലല്ലേ എൻ്റെ ആ പള്ളി പോയി ഈ പള്ളി പോയി ഒക്കെ അതിപ്പോൾ ഞാൻ ചൊല്ലുമ്പോഴത്തേക്കാ പള്ളി പോയോ ഫസ്റ്റ് ചൊന്നത് അവനല്ലേ അവൻ ചൊന്ന പിന്നല്ലേ ഞങ്ങൾക്ക് ഇത് ചൊല്ലേണ്ടി വന്നോ അല്ലേ മുഞ്ഞാന്നൊരു ചങ്ങായി പ്രസംഗിച്ചത് കേട്ടില്ലേ പിന്നെ ഒരു തൊണ്ട ഒരു ബയസ്സ മരിക്കോയർ തെല്ലു ഊന്തെങ്ങ് ഖബറുൽഗമേ അങ്ങനത്തെ കളവ അവൻ പ്രസംഗിച്ചെന്തോണ്ട ഈ കാണുന്ന പള്ളികൾ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികൾ മഹാന്മാരായ ആലിമീങ്ങൾ മഹാന്മാരായ സദാത്യങ്ങൾ ഇതുപോലെയുള്ള നല്ല മുഅ്മിനീങ്ങൾ നിസ്കരിക്കുകയും ഹദ്ദാദ് എടുക്കുകയും മൗലിദ് ഓതുകയും തറാവീഹ് നിസ്കരിക്കുകയും ജുമാ നിസ്കരിക്കുകയും ചെയ്യുന്ന പള്ളികള് അത് പള്ളികളല്ല അത് മന്ദിരങ്ങളാണ് ഇതുപോലെയുള്ള ആലിമീങ്ങളല്ല അത് പൂജാരിമാരാണ് എന്ന് പറഞ്ഞത് ഈ കളവനായ വഹാബിയാണ് അത് ശരിയല്ല അങ്ങനെ ചൊല്ലു തീരാന്ന് ഞങ്ങൾ ചൊല്ലണ്ടേ അങ്ങനെ ചൊല്ലത് വലിയ കുരുത്തക്കേടായിട്ടിക്കേട് അങ്ങനെ ചൊല്ലത് വലിയ തപ്പായിട്ടിക്കേട് അങ്ങനെ പറയരുത് ഈ സമുദായത്ത് ഈ കോടാനക്കോടി മുസ്ലിമീങ്ങള് ഈ ഉമ്മത്തിന്റെ നേതൃത്വമാകുന്ന ആലിമീങ്ങള് സാദാത്യങ്ങള് തങ്ങന്മാര് കഫറാക്കരുത് എന്നവരോട് പറഞ്ഞു കൊടുക്കുന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് പ്രമാണബദ്ധായി പറഞ്ഞു കൊടുക്കുന്നത് പ്രാമാണികമായി ചൊല്ലിക്കൊടുക്കുന്നത് തെറ്റാണോ അല്ലല്ലോ അത് പാർട്ടി വളർത്തലാണോ അല്ലല്ലോ അത് ഗ്രൂപ്പിസമാണോ അല്ലല്ലോ അല്ല അയാള് ബില്ലാസൻ എന്ന ദുഹത്തു മലയാളത്തിലാണോ തിരുനവാസലാണോ നല്ല ചൊല്ലിട്ട് വന്നിട്ടാകുമ്പോൾ ഞങ്ങൾ എന്തെന്ത് ചൊല്ലിട്ട് ഓൻ കേട്ടിട്ടില്ല ഇന്നലെ ദാസ വെല്ലാസ് ഞങ്ങളൊരു സമ്മേളനത്ത് കോഴിക്കോട് അവിടെ മലപ്പുറം ഭാഗത്ത് ഞങ്ങളങ്ങ് അയാൾ അവിടെ കൊണ്ടുവരാറ് വന്നിട്ടോ കുത്തുപോതോ മക്കത്തെ ഹറമയുടെ ഇമാവ് ഹറമയുടെ ഇമാമ ഒറിജിനൽ ഡൂബിളി ഒന്നുമല്ല ഹറമയുടെ ഇമാമോ അറബി അയാൾ വന്നിട്ട് കുത്തുബ പ്യൂർ അറബി കൂടെ അറബിലോതിയ ഹത്തിപുറം നോക്കിയിട്ട് ഇത് ചതി നക്ക് വേരി ഭാഷമുണ്ട് ആൾമാരുടെ മുമ്പിലു നിങ്ങൾ അറബിയിൽ ഹുത്തുപോതിയത് ചതി ചൊന്നേ ഈ മുജാഹിദ് മേള് നോക്കിയിട്ട് ബാക്കി കാരണം അവിടെ നോക്കിയിട്ട് ചതി ചെന്നങ്ങ് വേണ്ട അണ്ണാക്ക് പോവിടെ അത് മക്കത്തെ ഇമാമു കൊണ്ണാള് അയാൾ പ്യൂർ അറബിയിൽ ഹുത്തുപോതി പറ്റി കൈകട്ടി ഓടെ വന്നിട്ടുണ്ടാ ഇങ്ങെല്ലാവരും കൈകട്ടി കൂടെ അല്ലാഹു അക്ബർ അയാള് ഞങ്ങൾ കെട്ടും പോലെ ചന്തത്തിൽ അല്ലാഹു അക്ബർ കണ്ടിട്ടില്ല നിങ്ങൾ ഇവിടെ വാട്സപ്പ് ഫേസ്ബുക്ക് എന്തും ഇല്ലേ അതില്ലെങ്കിൽ നിനക്ക് അരഗണ്ടന്റെ വേലുമയ്യാവും സ്വർഗത്തിൽ പോ അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ 2 ഗണ്ടന്റെ വേല് വേണം സ്വർഗത്തിൽ പോ കുറച്ച് പണിയുണ്ടോ അപ്പോൾ 2 ഗണ്ടന്റെ വേല് വേണം വാട്സപ്പ് ഫേസ്ബുക്ക് എന്തും ഇല്ലേ അരഗണ്ട വയ്യാവും അള്ളാഹു ഞങ്ങളെ ഈമാൻ സലാമത്താക്കട്ടെ ആരാണ് കണ്ണിയത്തോർ 100 വർഷത്തോളം ജീവിച്ച മഹാനാണ് 90 വർഷത്തിലേറെ എന്നതിൽ സംശയമേ ഇല്ല 100ഓളം വർഷം 100-ലേറെ ഏതുവാകട്ടെ 90-ലേറെ വർഷം ജീവിച്ച മഹാൻ ജീവിക്കുന്ന കാലത്ത് ഹറാമ് പോയിട്ട് ഒരു കറാഹത്ത് പോലും ചെയ്തില്ല. ഒന്നാലോചിച്ചു നോക്ക്, എന്ത് ജീവിതമാണത്?
എത്ര വിശുദ്ധമാണത്, എത്ര ക്ലിയറാണത്. ശംസുൽ ഉലമ കാലം കണ്ട പണ്ഡിതരാണ്. 42 വയസ്സിന്റെ ശേഷം ഈ മഹത്തായ സമസ്തക്ക് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടയാൾ പിന്നീട് 40 വർഷത്തോളം സമസ്തന്റെ സെക്രട്ടറിയായയാള്, എല്ലാ ഉസ്താദുമാരെ ഉസ്താദായാള്, 19,000 ഔലിയാക്കന്മാരെ ഉസ്താദായാള്, ആലിമുല്ലാലം ആലിമുല്ലാലം ആലിമുല്ലാലം, ലോക പണ്ഡിതന്, വേൾഡ് പണ്ഡിതന്, വിശ്വ പണ്ഡിത എന്ന അറബികൾ വാട്ടിപ്പറഞ്ഞ മഹാനര് ശൈഖുനാ ശംസുൽ ഉലമ. സുബ്ഹാനല്ലാഹ്, അവരുടെ വഴി ഒരിക്കലും തെറ്റിയിട്ടില്ല, അവർ പറഞ്ഞ വഴി പിഴച്ചിട്ടില്ല. അവർ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഞങ്ങളിലേക്ക് ഏൽപ്പിച്ച SKSSF അത് വേണ്ടാത്ത പാർട്ടിയല്ല. ഈ ത്രിവർണ പതാക, ആ മൂവർണ പതാക, അതാ മഹാന്മാർ പൊരുത്തത്തോടെ ദുആരന്നിട്ട് ഞങ്ങളെ ബാല്യക്കാരെ കയ്യിൽ കൊടുത്ത പതാകയാണ്. അത് സ്ഥാപിച്ചത്, അതിന് നേതൃത്വം കൊടുത്തത്, അതിന് ദുആ ആശീർവചനം നടത്തിയത്, അനുഗ്രഹം നടത്തിയത് ശംസുൽ ഉലമ തങ്ങളാണ്. അവർക്ക് പഠിച്ചിട്ടില്ല. ഒരാൾ നല്ല ആള് വെടക്കാള് ഞമ്മ എങ്ങനെ തീരുമാനിക്കുന്ന? ഒരാൾ നല്ല മനുഷ്യ, ആ പെണ്ണുങ്ങ നല്ല പെണ്ണുങ്ങ, ആണുങ്ങ നല്ല ആള് എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്ന അങ്ങനെ അങ്ങനെ അയാളെ ചന്ത നോക്കിയിട്ടാ? ഓക്കെ, ചന്ത നോക്കിയിട്ട് ഒരാൾ നല്ല ആള് വെടക്കാളും ചൊല്ലാമോ? അങ്ങനെങ്കിൽ നിങ്ങൾ എപ്പോഴേ നണ്ട നോക്കി ചെല്ലണമല്ലോ. നണ്ട എത്ര ചന്ത പൂടാറുണ്ടു? നിങ്ങൾ ശരിക്കും എന്നൊക്കെ വീടിയായിരുന്നു, ഇതെല്ല അസൂയ ഉണ്ടല്ലേ? പിടിച്ചില്ല. അള്ളാഹു ഞങ്ങളെ കൽബ് നന്നാക്കി തരട്ട്. നാ തമാശ ഒന്നാവോ, നിങ്ങൾ കാര്യാക്കണ്ട. ഇയാളെന്ത് പോ, ഇയാളുമേ പോതിരോ. നിങ്ങൾക്ക് അങ്ങനെ ചൊല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സൈക്കിളുമില്ലേ, അതിൻ്റെ പേര് അസൂയ, നഞ്ചി നഞ്ചി. ഇയാൾ സ്വന്തമേ പോതിരു. ആ സ്വന്തം ബോധ്യ തപ്പായെങ്കിൽ അത് സഹിക്കാതെ ഇങ്ങനെ തുള്ളിയോണ്ട് ഞെരിഞ്ഞോണ്ടുണ്ടല്ലേ നിങ്ങളെ കൽബു, അത് വലിയ തപ്പു അല്ല ബോധ്യമല്ല. ഞാൻ നിങ്ങൾ ഒരു 2 ഗಂಟೆ ആയില്ലേ ഇരുന്നിട്ട് ദയിച്ചിട്ട് തെല്ല്. അല്ലാണ്ട് കുറേ ആൾമാർക്ക് പോകണമെന്നുണ്ട്, എന്നെ പേടിച്ചിട്ട് ദയിച്ചിടാറ്. ഇയാൾ ആടുപൂടല്ലോ പോ. അപ്പം അങ്ങനെ ദയിച്ചാൽ നിങ്ങൾക്ക് ഒരു റിലാക്സ്, ഒരു റാഹത്ത് പറ്റും ചെന്നൊരു തമാശ വന്ന് അത്രമേ. ചന്തൊന്നും ഇല്ല, മാഷാ അല്ലാ. ചന്തുല്ലാർ അല്ലാഹു ഈ ദുനിയാവിലുള്ള പുറത്തേക്കുള്ള ചന്തത്തിനേക്കാളേറെ അള്ളാഹു ഞങ്ങൾക്ക് ഈമാനികമായ ചന്തം നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കൽബല്ലാഹു താല ചന്തമാക്കി തരട്ട്, ഞങ്ങളെ ഇൽമല്ലാഹു ചന്തമാക്കി തരട്ട്, ഞങ്ങളെ അമലല്ലാഹു ചന്തമാക്കി തരട്ട്, ഞങ്ങളെ കൂട്ടായ്മ അല്ലാഹു ചന്തമാക്കി തരട്ട്, ഞങ്ങളെ സംഘസമസ്ത അല്ലാഹു ചന്തമാക്കി തരട്ട്, ഞങ്ങളെ ഉമ്മ പെങ്ങന്മാർ മക്കള് വേണ്ടപ്പെട്ടവരല്ലാഹു ചന്തത്തിലാക്കട്ട്. നാണെന്തൊരു ചൊന്നോ? നാ ഇത് വാടക പോയോ? അതെല്ലാം കഴിഞ്ഞത്. ഒരാൾ നല്ല ആൾ വെടക്കാൾ ഞങ്ങളുടെ വന്നവിടോ ചന്ത നോക്കിയിട്ടാ, ഡ്രസ്സിങ് നോക്കിയിട്ടാ, ഭാഷണം നോക്കിയിട്ടാ, സംസാരം നോക്കി അല്ല. ഒരാൾ നല്ല ആള് വെടക്കാളും തീരുമാനിക്കണായ സമയം അയാൾ മരിക്കുന്ന അവസ്ഥ, അയാളെ മരിപ്പോ അയാളെ മരണം എങ്ങനെ നോക്കണം. നല്ല മരണമാണെങ്കിൽ പുഞ്ചിരിക്കുന്ന മുഖം, നല്ല ഈമാനുള്ള മുഖം, നെറ്റിത്തടം വിയർത്തിട്ടുള്ള മുഖം, അതുപോലെ തന്നെ ഖുർആൻ ഓതുന്നതിൻ്റെ ഇടക്ക്, നിസ്കരിക്കുന്നതിൻ്റെ ഇടക്ക്, പള്ളിൻ്റെ ഉള്ളിൽ നോമ്പ് പിടിച്ചിട്ട് ഇങ്ങനത്തെ ഒരവസ്ഥയിൽ, ഏതെങ്കിലും ഒരവസ്ഥയിൽ, എല്ലാം വേണമെന്നില്ല, ഏതെങ്കിലും ഒരവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ടോ ഇങ്ങനെ നല്ല ചന്തത്തിൽ എല്ലാ കടമകളും കടപ്പാടുകളും ഹക്കുബാധ്യതകൾ സാളബാധ്യതകൾ എല്ലാം ബീട്ടിയിട്ട് കൊടുത്തിട്ടു നല്ല നിലക്ക് മരിച്ചെങ്കിൽ അപ്പം ഞങ്ങൾക്ക് മാർക്ക് ഇടാ. അയാൾ നല്ല മനുഷ്യനാണ്, ഈമാനോടെ മരണപ്പെട്ടു. ഈമാനോടെ മരിക്കണമെങ്കിൽ അയാളെ ജീവിതം നന്നാവണോ, അയാളെ കർമ്മങ്ങൾ നന്നാവണോ, അയാളെ വിശ്വാസം നന്നാവണോ, അയാളെ ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ നന്നാവണോ, അങ്ങത്തോണം മാത്രമാണ് ഈമാനോടെ മരിക്കുക. എന്നാൽ ശൈഖുനാ ശംസുൽ ഉലമ ഈ ലോകത്തോട് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്
കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശംസുൽ ഉലമ മരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ ചുറ്റുഭാഗത്ത് ആൾമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഖാദിമീങ്ങൾ, കുടുംബത്തിലെ ആളുകളെല്ലാവരും പിന്നെ യാസീൻ ഓതിയോണ്ടുള്ളാറ്. അങ്ങനെ ഓതിയോണ്ടിരിക്കുമ്പോൾ സുബഹി 4 മണിൻ്റെ പിന്നെ പള്ളിയിൽ നിന്നിട്ട് സുബഹി ബാങ്ക് കേടാ കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ ശംസുൽ ഉലമ തങ്ങളത് ആ സമയത്ത് സക്കറാത്തിന്റെ ഹാലിലാണ്. ബാങ്ക് കൊടുക്കുന്നു. കൂടെയുള്ളവർ യാസീൻ ഓതുന്നത് നിർത്തുകയാണ്. കാരണം ബാങ്ക് കൊടുക്കുമ്പോൾ ഓതുതീറ, ബാങ്ക് കൊടുക്കുമ്പോൾ മുണ്ടുതീറ, ബാങ്ക് കൊടുക്കുമ്പോൾ കൊട്ടുവിക്കാസിൽ പണിയെടുക്കുതീറ, ബാങ്ക് കൊടുക്കുമ്പോൾ മൊബൈല്, TV, മൊബൈല്, യൂട്യൂബ് നോക്കുതീറ, എല്ലാം നിപ്പാട്ടണോ. എല്ലാവരും ഓത്ത് നിർത്തിയാറ്. ശംസുൽ ഉലമ തങ്ങളെ മുമ്പിൽ മുസാഫ് പിടിച്ചിട്ടെല്ലാവരും ബേജാറിൽ നിന്നിറാറ്. ആ സമയത്ത് ശംസുൽ ഉലമ കട്ടിലിൽ കിടക്കുന്നുണ്ട്. പള്ളിമിനാരത്തിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്കിന്റെ വിളിയാളം കേൾക്കുമ്പോ എല്ലാരും ജവാബ് ചൊല്ലുന്നു. ശംസുൽ ഉലമയും കിടന്നിട്ട് ജവാബ് ചൊല്ലുന്നു. എല്ലാവരും കേൾക്കുന്നുണ്ട്. ഉറക്കെ ചൊല്ലുന്നു, ഹയ്യ അലസ്സലാഹ് ഹയ്യ അലസ്സലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. എല്ലാവരും അതുപോലെ ജവാബ് ചൊല്ലിയിട്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളിമിനാരത്തിൽ നിന്ന് മുഖറയുടെ ബാങ്കിന്റെ അവസാനത്തെ വാക്കുച്ചരിക്കപ്പെട്ടപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോ അതാ ശംസുൽ ഉലമ ഉറക്കെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ണടഞ്ഞു, ശ്വാസം നിലച്ചു, പ്രാണം പറന്നുപോയി, പിന്നെ മിണ്ടിയില്ല. മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ഖാല റസൂലുള്ളാഹ്. മഹാനായ കോയക്കുട്ടി ഉസ്താദ് ആര് കണ്ടാർ നിങ്ങ സമസ്തന്റെ പ്രസിഡന്റായിട്ട് പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് മരിച്ചത് നല്ലോണം വയസ്സുന്ന മനുഷ്യ, ഇസ്ത്രീ ഇട്ടിട്ട് കോട്ട് സൂട്ടൊന്നും ഇട്ടിട്ടില്ല, ഒരു ഭയങ്കര ഇബാദത്ത്, ഒരുപാട് കാലം മുദരിസായിട്ട് വലിയ വലിയ ആലിമീങ്ങളെ ദീനിന് സമ്മാനാക്കിയ മഹാൻ, വലിയ സൂഫിപര്യനായ മഹാൻ, ദുആക്ക് ഇജാബത്തുള്ള മഹാൻ, എപ്പോഴും ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മഹാൻ, 84 വർഷത്തിലേറെ ജീവിച്ചിട്ട് പ്രായമായി ബുദ്ധി വന്ന പിന്നെ ഒരു ഉറുപ്പ ഒരാളെന്ന് കടം വേങ്ങാത്ത ആള്. അപ്പോൾ ഓൻ കേക്കറ അവിടുന്ന് ആ തലേന്ന് ഉസ്താദിലെന്ത് ഇപ്പൊ വിശേഷത്തെ ഒരു ഉറുപ്പ കടം വേങ്ങിയിട്ടില്ല, വിശേഷത്തമ്മ ഒക്കോ നിക്ക് 28 വയസ്സായി 9 ലക്ഷം കടാക്കിട്ടായിരുന്നു, പിന്നെ വിശേഷത്തല്ലാണ്ട് കടാക്കിയിട്ട് ഈ ഭാഗത്തെ കയ്യില്ലോ ഉമ്മാന്റെ കൗത്തും അബ്ബറെ കൗത്തല പിടിച്ചിട്ട് പോയിരാ 50,000 മേങ്ങിട്ട് പോയിനോ. ഹക്കിന്റെ ബോധം അറിയില്ല, പിന്നെ കടത്തിന്റെ ബോധം അറിയില്ല, കടത്തിന്റെ സീരിയസ്നെസ് അറിയില്ല, പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന കടക്കാരുടെ അവസ്ഥ അവനറിയില്ല. അത് മനസ്സിലാക്കിയവരാണ് ഞങ്ങളെ മഹാന്മാർ. അല്ലാണ്ട് കണ്ടവൻ്റെ നല്ല മേങ്ങിയിട്ട് പിടിച്ചിട്ട് എത്തിമുഖാന, മറ്റാ കാന, ആ കാന, ഈ കാന, ദവാ കാന, എല്ലാ കാന എന്ന് പറഞ്ഞിട്ട് പൈസ കൊണ്ടിട്ട് ഉള്ളക്ക് കീസ കട്ടിയാക്കിയതല്ല മഹാന്മാർ. സമസ്തൻ്റെ ആലിമീങ്ങൾ അങ്ങനല്ല. മഹാനായ കെട്ടി മാണു മുസ്ലിയാർ അള്ളാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇത് കെട്ടി ഉസ്താദിന് പിന്നെ ചെല്ലാം. ഇപ്പം ആരതി ചൊന്നതാണ് കോയക്കുട്ടി ഉസ്താദ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്നു. ആ ഉസ്താദ് സമയമായല്ലേ, മണി 11. അതിൻ്റെ ഉസ്താദ് ചെന്നു എല്ലാം നിങ്ങമേ ഏലമും എല്ലാം നിങ്ങമേ പോലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒത്തുക്ക് എത്താം, നക്ക് പിന്നെ 3 ഗಂಟೆ വേണോ പോയിട്ടെത്തോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് തെല്ല് വേഗമേ പോണു. വേഗം പോകണം ഞാൻ ഇപ്പം നിപ്പാട്ടില്ല, ആയിട്ടില്ല, ടൈം ആയിട്ടില്ല. മഹാനായ കോയക്കുട്ടി ഉസ്താദ് സമസ്തൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഈ ഉമ്മത്തിൻ്റെ നേതാവായിരുന്നു, തികഞ്ഞ സൂഫിയായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പാലിച്ച മഹാനാണ്. മഹാനർ പ്രസിഡൻ്റായിട്ടാകുമ്പോൾ നല്ലോണം വയസ്സ്, നല്ല കിളവനായ പണ്ഡിതനാണ്.
അങ്ങനെ മഹാനർ പ്രസിഡൻ്റായിട്ടാകുമ്പോൾ മഹാനരെ കൊണ്ടൊന്ന് ദ്വാരപ്പിക്കണോ, മഹാനരെ കൊണ്ടൊരു ദ്വാ മജ്‌ലിസ് വെക്കണോ എന്ന് വിളിച്ചിട്ട് നാട്ടുകാർ പല ആൾമാർ SKSF ഇറങ്ങുക, SYS ഇറങ്ങുക, മദ്രസ ഇറങ്ങുക, മഹല്ലത്തിറങ്ങല്ല മഹാനരെ വിളിച്ചോണ്ടിന്താറ്. അങ്ങനെ ദുബൈക്കൊരുക്ക് പോയി അങ്ങ് വിളിപ്പാട്ടിയാർ. പ്രവാസി സഹോദരങ്ങൾ, പ്രവാസികൾക്ക് എന്ത് പറഞ്ഞു, ഇങ്ങനത്തെ പറഞ്ഞു അനിവാസി ഭാരതീയರು കറക്റ്റ്. ഗൾഫിലുള്ള അത് അവിടെ ഉള്ളല്ല, നമ്മൾ പഠിച്ചു ഓർമ്മിച്ച പേര് മറന്നല്ല, സാരി. എന്തുവാട്ടെ, അള്ളാഹു അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. ഈ നാടിൻ്റെ വലിയ പ്രതീക്ഷയാണ്. ഞങ്ങളെല്ലാ കാര്യത്തിനും ഒരു സപ്പോർട്ട് അവരുണ്ട് എന്നതാണ് നമ്മൾ വലിയ സമാധാനം. അള്ളാഹു അവർക്ക് എല്ലാവർക്കും, നാട്ടുകാർക്കും ഗൾഫിലുള്ളവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. അവരെ ജോലി ബിസിനസ്സിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരെ കുടുംബകാര്യങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഗൾഫിലുള്ള പ്രവാസികൾ കോയക്കുട്ടി ഉസ്താദിനെ കൊണ്ടുപോയി പ്ലെയിന് കയറി ടിക്കറ്റ് എടുത്ത് പ്ലെയിനിൽ ഒക്കത്തെ ഖാദിമീങ്ങളും ഉണ്ട്. മൂപ്പർ വലിയ വയസ്സല്ലേ, അവർക്കെന്ത് പ്ലെയിന്, അവർക്കെന്ത് ഗൾഫ്. ഞങ്ങളല്ലേ 44 മുന്നേ റെഡിയാന്ന് കുളിച്ചിട്ട് ഗൾഫിലൊക്കെ ഒന്ന് ഏലിയിട്ട്. ഓർക്കെന്ത് ഗൾഫ്, ഓർക്ക് ഗൾഫും വെളുപ്പലും ഒന്ന് തന്നെ. അവരെ ചിന്ത അല്ലാഹ്, വേറൊന്നുമില്ല. അങ്ങനെ ഉസ്താദ് പോയി. റായത്തങ്ങൾ, ആ വലിയ മനസ്സുള്ള ദീനിൻ്റെ ഖാദിമീങ്ങളുടെ, സമസ്ത മുഹിബീങ്ങളുടെ, SKSSFൻ്റെ പ്രവർത്തകന്മാരുടെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാരുടെ ആ അഭ്യർത്ഥന മാനിച്ച് മഹാനായ കോക്കട്ട് പോയിട്ട് പ്ലെയിൻ ഇറങ്ങി എയർപോർട്ടിലെത്തി. അവസാനം അവിടുത്തെ ആലിമീങ്ങൾ, നേതാക്കൾ, സംഘടനാ ഭാരവാഹികൾ ഉസ്താദിനെ സ്വീകരിച്ച് ആനയിച്ച് റൂമിൽ കൊണ്ടുപോയി ഒന്ന് ഫ്രഷായി. അന്നാണ് പരിപാടിക്ക് പോകാനാകുമ്പോൾ ഉസ്താദ് ഒന്ന് കുളിച്ചു. എന്നിട്ട് ഡ്രസ്സെല്ലാം ഒന്ന് മാറണമെന്ന് പറഞ്ഞു. ഉസ്താദ് ഒന്ന് റെഡിയായിട്ട്, അറബികളെല്ലാം ഉണ്ട്, വലിയ മജ്‌ലിസ്. എല്ലാത്തിനും നേതൃത്വം മഹാനായ വലിയുള്ളാഹി സി കോയക്കുട്ടി മുസ്ലിയാർ, സമസ്തൻ്റെ പ്രസിഡൻ്റാണ് മഹാൻ വലിയുള്ളാഹി തഖിയുദ്ദീൻ സി കോയക്കുട്ടി മുസ്ലിയാർ, ആനക്കര നവ്വറല്ലാഹു മർക്കദ. മഹാനർ അവിടെ നിന്ന് ചെന്നു, കുളിച്ച് റെഡിയായിട്ടതാ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് കപ്പെട്ടി അങ്ങ് തുറന്നിട്ട് ഒരു കോട്ടങ്ങെടുത്തിട്ടങ്ങ് ഇടാൻ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇതുപോലത്തെ ഒരു കമീസ് ഇട്ട് പോകുമ്പോൾ ഇട്ടതായ കമീസ് മാറ്റിയിട്ട് പരിപാടിയിലേക്ക് പോകുന്ന സമയത്തൊരു കമീസ് വേറിടുകയാണ്. ഇടുന്ന് കൊണ്ടുപോയ കമീസ്, പെട്ടിയിലുള്ള കമീസ്, ഫ്രഷ് കമീസ്, അതങ്ങെടുത്തിട്ട് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതിൽ 2-3 ഓട്ട കാണുന്ന ചെറിയ ഓൾസ്, ചിക്ക റന്ധ്ര, ചെറിയ ഓട്ടകൾ. ഇത് കണ്ടപ്പോ സംഘാടകരായ നേതാക്കള്, പരിപാടി സംഘടിപ്പിച്ച മഹാന്മാരായ പ്രവർത്തകന്മാര്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് മഹാനായ കോയക്കുട്ടി ഉസ്താദിനോട് ചോദിച്ചു, അത്ര ഉസ്താദ് ഈ ഓട്ടയുണ്ടല്ലോ ഉസ്താദ്, വേറെ കോട്ടിടാലോ, വേറെ കമീസ് ഇടാലോ എന്ന് പറഞ്ഞപ്പോ മഹാനായ കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞെന്തറിയോ, മക്കളെ, എൻ്റെ ഭാര്യ, എൻ്റെ പെണ്ണുങ്ങ ഞാൻ ഗൾഫിലേക്ക് വരുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ വരുന്നെന്ന് അറിഞ്ഞിട്ടാകുമ്പോൾ ഉള്ളിൽ നല്ല കമീസ് കഴുകിയിട്ട് പെട്ടിയിൽ മടക്കി വെച്ചിട്ട് തന്നതാണ് മക്കളെ. ഇതിനേക്കാളും നല്ല കമീസ് എനിക്കില്ല, എനിക്ക് വേണ്ടയും വേണ്ട, എൻ്റെ ഓള് ചന്തത്തിൽ മടക്കി വെച്ചതാണ്. ആലോചിച്ചോക്ക്, അവർ ഒട്ട നോക്കാൻ വന്നിട്ട് ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ ഉള്ളിൽ നല്ലത് ഇസ്തിരിട്ട് വെച്ചറിയല്ലോ, ഉള്ളിൽ ജാരിക വേൽക്ക് പോകാനുണ്ട്, ഉള്ളിൽ നല്ലത് ഇടും, ഏതിടുന്ന ഇട്ടാനിട്, ഏതിടുന്ന 4-5 കോട്ട് തൂക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ നല്ലത് തന്നെ ഇസ്തിരിട്. നമ്മൾ പെണ്ണുങ്ങ അത് പണിയെടുപ്പിക്കുന്നതല്ല, അവർ ആ സ്നേഹത്തിൽ ചോദിക്കുന്നതാണ്. ഒരു വേള ചെല്ലണ്ടായാലും ഞാൻ കോട്ട് ഇസ്തിരിടാ 50 രൂപ കൂലി തരണമെന്ന് ചെല്ലെങ്കിൽ ഞാൻ കൊടുക്കണേ, നിങ്ങളും കൊടുക്കണോ? ഓർ കേട്ടിട്ടുണ്ട മൈക്ക് ബന്ധാക്കണ്ടല്ലേ, അവർ കേൾക്കാല. ഇൻ കേസ് ഒരു വേള കേട്ടാ കൊടുക്കേണ്ടി വരും. കാരണം എന്താ, അതവളെ പണിയല്ല, പക്ഷെ അവൾ ചെയ്യുന്നു, അതവളെ ആ വലിയ വിരിസപ്പാടാണ്. അള്ളാഹു ഞങ്ങളെ ഭാര്യ മക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നീ പോയിട്ട് വലിയ പട്ടാള കമാൻഡർ ആവണ്ട. എൻ്റെ കളുകാഞ്ഞേ, എൻ്റെ വിധിയാഞ്ഞേ, എൻ്റെ ഇസ്രിടാഞ്ഞേ, ആരത് പടുവത്തിയ നീ ഓർഡർ കൊടുക്കണ്ട, അതിനുള്ള റൈറ്റ് നിനക്കില്ല. നീ ആ കൽകി തന്നേക്ക് ആ കൈമുത്തു പിടിച്ചിട്ട്, കൈമുത്തു. മാഷാ അല്ലാഹ്, അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. അങ്ങനെ ചൊല്ലണം നീ.
അവിടെ ആരെ ചൊന്നുണ്ടോ നിങ്ങൾ മെല്ലെ ചൊല്ല ഉസ്താദ് കേൾക്കറ അവിടെ എങ്ങനെ ആണുങ്ങൾക്ക് ഇഷ്ടപോലെ പിന്നെ ആണുങ്ങളെ സമ്മതിയില്ലാണ്ട് സുന്നത്ത് നോമ്പ് പോലും പിടിക്കതീറാ. പക്ഷെ ഇന്നത് ആരും എടുക്കില്ല. ഇന്നല്ല പെണ്ണുങ്ങൾക്കേ വേല്. നീ അങ്ങനെ ആക്കണു, നീ ഇങ്ങനെ ആക്കണു. പെണ്ണുങ്ങൾ നരകത്തിന്റെ അടിത്ത തട്ടില്, ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഉണ്ട് അതേപോലെ. പക്ഷെ ചൊല്ലതല്ല പെണ്ണുങ്ങൾക്ക്, ആണുങ്ങൾക്കും ഉണ്ട്. ആർക്കൊന്നും ഇല്ലാന്ന് ഉണ്ട് ഉണ്ട്. ടൈമില്ലല്ലേ, ഇതേ ചൊല്ലോ ടൈമില്ല, പിന്നല്ലേ അതെല്ലാം ചൊല്ലോ. ഓക്കെ, ഇൻഷാല്ലാ നെക്സ്റ്റ് വർഷം വിളിക്കോ, രണ്ട് ചൊല്ലാം, ബേജാറാണ്ടാറു. അള്ളാഹു താല ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉണ്ട് പിന്നെ അങ്കുള്ള കടമയാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു പെണ്ണ് വന്നിട്ട് നബിയോട് കേട്ട്, നബിയെ, എന്നെ ഒരാൾ പെണ്ണ് കെട്ടാൻ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ കുടുംബക്കാർക്ക് അയാളെ പിടിച്ചിട്ടുണ്ട്, എനിക്കും അയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പുതിയ മാപ്പിളയാണ്, ദീനും നിലപാടും മതബോധവുമുള്ള മാപ്പിളയാണ്. എന്നാൽ നബിയേ, ഞാൻ അയാളെ ഭാര്യയായിട്ട് പോയെങ്കിൽ, ഞാൻ അയാളെ പെഞ്ഞായി ആയിട്ട് പോയെങ്കിൽ, അയാളെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഞാൻ പെണ്ണായിട്ട് പോയെങ്കിൽ, ഞാൻ അയാളോട് ചെയ്യേണ്ട കടമയെന്ത്, കടപ്പാടെന്ത്, ഹക്കു ബാധ്യതകളെന്ത് എന്ന് നബിയോട് കേട്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞു, എന്തറിയാ, പെഞ്ഞായി മാറുക കൊണയത്, പെഞ്ഞായി മാറുക കൊണയത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞെന്തറിയാ, പൊന്നുമോള്, നിന്റെ ഭർത്താവിനോട് നീ ചെയ്തു തീർക്കേണ്ട കടമകൾ കുറച്ചല്ല, ചെറുതല്ല, എണ്ണിയാ തീരല. അയാളെ പൊരുത്തമില്ലാതെ എങ്ങാനും നീ മരിച്ചുപോയാൽ നിന്റെ ഇബാദത്ത് നാളെ ഫലം പിടിക്കില്ല, ഗുണം പിടിക്കില്ല. ഇതാണ് പെണ്ണിനോട് ഭർത്താവിൻ്റെ കടമ. പക്ഷെ ഇതേ പറയുന്ന ആണിനുള്ള കടമ ആരും ചെന്നില്ല. അത് മുന്നേ ചൊല്ലണോ, അങ്ങ് കൂലി കേൾക്കും, നിങ്ങൾ പേടിക്കണ്ട, കൂലി കേൾക്കാല, അങ്ങ് ശമ്പളം കേൾക്കാല. അല്ല ഉസ്താ, കേട്ടെങ്കിൽ എന്നെന്താക്കുറോ, എന്നൊന്നും ആക്കൂല്ല, കെട്ടിട്ടായിരല്ല അനുഭവിക്കണേ. അത് കെട്ടുമാച്ചനാക്കണായി. അതിനെ ചൊല്ലിട്ട് നല്ല ചന്ത നോക്കിയിട്ട് കെട്ട തീരാ. നീ അപ്പുറം കെട്ട തീരാവ, ഇപ്പോഴും കെട്ട തീരാ. ദീന് നോക്കിയിട്ട് കെട്ടണോ, കുടുംബം നോക്കിയിട്ട് കെട്ടണോ, അതൊക്കെ ചൊന്നറോ. അല്ലെങ്കിൽ നാളെ കേൾക്കുവാ കൂലി, എഡ്ല അബ്ബാസ് ശമ്പളം എടുക്കൊണ്ട കേൾക്കുവാ, ഓണ് വാങ്ങണമേ, തൊട്ടതുക്കും പിടിച്ചതുക്കും പലരെടുത്തിട്ട് പാട്ടുവാ. എന്തേ, നീ ചന്ത കണ്ടിട്ടല്ലേ കെട്ടിയോ, ഇപ്പൊ പാട്ട് വേണ്ടേ ഉള്ള